പടം ഗംഭീരം അല്ലേ? മമ്മൂട്ടിയുടെ ആക്ഷൻ ത്രില്ലർ, അതിഗംഭീരമായ ആക്ഷൻ ത്രില്ലർ, മലയാള സിനിമയുടെ നെടുന്തൂൺ മമ്മൂട്ടി. അഭിപ്രായം പറയാം, പടത്തെ കുറിച്ചൊരു അഭിപ്രായം പറയാം. ടർബോനെ കുറിച്ച് അടിപൊളി, ഇത്തിരി നല്ലൊരു പടം, ഇത്തിരി ആക്ഷൻ ഇഷ്ടപ്പെട്ടാ? അടിപൊളി അടിപൊളി. ഒരു അഭിപ്രായം പറയാം പടത്തെ കുറിച്ച്. പടത്തെ കുറിച്ചൊരു അഭിപ്രായം എങ്ങനെ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, അടിപൊളി പടം. ഫിലിം ഇഷ്ടപ്പെട്ടോ? അടിപൊളി അടിപൊളി. ഫിലിം ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ ബോസ്? വോയിസ് സൂപ്പർ പടം. ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം ഇഷ്ടപ്പെട്ടോ? ഫിലിം എങ്ങനെ? ഫിലിം എങ്ങനെ? ഫിലിം എങ്ങനെ? ഡീസൽ. ഫിലിം എങ്ങനെ? ഫിലിം എങ്ങനെ? എങ്ങനെ ഫിലിം? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്താ അഭിപ്രായം? കണ്ടില്ല? ഫിലിം എങ്ങനെ? കോമഡി മാസ് ആക്ഷൻ, അതെ, മാസ് മസാല കോമഡി മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് ത്രില്ലർ ത്രില്ലർ. സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് അടിച്ചു പൊളിക്കും. ഫിലിം എങ്ങനെ? എങ്ങനെ ഫിലിം? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പടം എങ്ങനെ? ടർബോ പടം എങ്ങനെ? ടർബോ അഴിഞ്ഞാട്ടോ? ആരുടെ? വില്ലന്റെ നായകന്റെ അല്ലേ? പടം എങ്ങനെയാ ചങ്ങായി? ഫിലിം എങ്ങനെ? ടർബോ കണ്ടോ? ടർബോ കണ്ടോ? എങ്ങനെ പടം? സൂപ്പറാ. പടം എങ്ങനെ? ടർബോ കണ്ടോ? എങ്ങനെ പടം? നല്ലതാ. എടാ മോനെ, നമ്മളെ മമ്മൂട്ടി കമ്പനീൻ്റെ 5ാമത്തെ പടം ടർബോ പോസിറ്റീവ് വരുമോ എന്നുള്ള ആകാംക്ഷ മമ്മൂട്ടിക്കും വൈശാഖിനും മിഥുനും എല്ലാവരും ഉണ്ടായിരുന്നു. പറയട്ടെ ഹൃദയപൂർവ്വം, ഡിയർ മമ്മൂക്ക, ഡിയർ വൈശാഖേട്ട, ഡിയർ മിഥുൻ മാനൽ, തോമസ് ഏട്ടായി ആൻഡ് സ്റ്റണ്ട് ടീം, പടം പോസിറ്റീവാണ്. ടീമിനുള്ള എല്ലാവർക്കും വിവരം അറിയിക്കുന്നു, പടം പോസിറ്റീവാണ്, ഹെവി പോസിറ്റീവാണ്. പടം കാണാനിരിക്കുന്നവരോടും പറയാനുള്ളത്, കണ്ടോ. പണ്ടെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ സിനിമ കാണുമ്പോൾ കാണുന്നതിന് മുമ്പ് കണ്ടവരോട് ഇന്ന് റിവ്യൂ ഒന്നും ഇല്ലാത്ത കാലത്ത് ചോദിക്കുമായിരുന്നു എത്ര അടിയുണ്ട്, എത്ര പാട്ടുണ്ട് എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവർ പറയും 3 അടിയുണ്ട്, 2 പാട്ടുണ്ട്, ഇതിലടിയാണ്, 4-5-6 അടിയാണ്, ഡിടി പൂരം പോലത്തെ ഇടി. പക്ഷേ മിഥുനേട്ടാ ഈ സൂപ്പർ സ്ക്രിപ്റ്റ് കേട്ടാ, എൻഗേജിങ് ആയിട്ട് ഇരുത്തി. ഫസ്റ്റ് ഹാഫ് മാസ് മസാല പടമാണ്. മാസ് മസാല എന്ന് പറയുമ്പോൾ എരിവും പുളിയും മധുരവും എല്ലാം വേണമല്ലോ. ഫസ്റ്റ് ഹാഫ് ചിരിയായിരുന്നു എനിക്ക് തോന്നിയത്. വില്ലന്മാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ഗോഡ് ഫാദറിൻ്റെ ഇൻസ്പിറേഷൻ സ്റ്റൈൽ ചെയ്ത ദില്ലി ബാബു എന്ന വില്ലൻ സൂപ്പറായി ചെയ്തിട്ടാ. ലവബിൾ വില്ലൻ, മുപ്പത് വലിയ സ്റ്റാറാണ് അതർ ഇൻഡസ്ട്രിയിലുള്ള. രാജ് ബി ഷെട്ടി പിന്നെ മറുപടി ഇല്ലാത്ത ആളാണ് രാജ് ബി ഷെട്ടി. അപ്പോൾ ഇവരെല്ലാം ഇരക്കൊത്ത ഒരു ജോസ് ശരിക്കും പറഞ്ഞാൽ പോരാത്ത പോലെ തോന്നി. ചെറിയൊരു മനുഷ്യൻ, സാധു മനുഷ്യനെ പോലെ തോന്നുന്നു പല രംഗങ്ങളിലും. മറവത്തൂർ ചാണ്ടി ഓർമ്മ വരുന്ന ഒരു ക്യാരക്ടറാണ്. പച്ചമുട്ടയും സോഡയും അടിച്ച് ലാൽ ജോസിൻ്റെ ഡെബ്യൂ മറവത്തൂർ ചാണ്ടി എന്ന സൂപ്പർ ഹിറ്റ് പടം. എന്തായാലും ഇത് 70 കോടി മുടക്കിയെടുത്ത മമ്മൂട്ടി കമ്പനീൻ്റെ 5ാമത്തെ ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഇതിൻ്റെ ട്രെയിലറും പ്രീ ബുക്കിങ്ങും എല്ലാം ചർച്ചയായിരുന്നു. ഇനി അങ്ങോട്ട് ഓരോ ദിവസത്തെ കളക്ഷനും 70ഓളം രാജ്യത്ത് പിന്നെ റിലീസായി. മലയാള സിനിമ ഏറ്റവും കൂടുതൽ രാജ്യത്ത് റിലീസാവുന്ന പടം, അതർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ കണ്ണൂർ സവിദാസ് ഫിലിം സിറ്റിയിലാണ് ഞാൻ ഫാൻ ഷോ കണ്ടത്. അതിൻ്റെ എല്ലാവരും ഹാപ്പി ആയത് വീഡിയോകൾ കണ്ടു, നന്നായിട്ടുണ്ട്. ഒന്നേ പറയാനുള്ളൂ, ഹെവി പോസിറ്റീവ്. എല്ലാവർക്കും അറിയാനുള്ളതായിരുന്നു പോസിറ്റീവ് വരുമോ എന്നുള്ളത്. മമ്മൂട്ടി ചില ഇൻ്റർവ്യൂവിലൊക്കെ ടെൻഷൻ പങ്കുവെക്കുന്നതായി കണ്ടു.
ശരിയാണ്, ഹൈപ്പുള്ള പടങ്ങൾ പരാജയപ്പെട്ട ദുഃഖം നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. അത് കിങ് ഓഫ് കൊത്തയും മലൈക്കോട്ട വാലിബനാണ് ലാസ്റ്റ് ഉദാഹരണങ്ങൾ. പക്ഷേ ഇക്കൊല്ലത്തെ ആദ്യത്തെ ഹിറ്റ് സമ്മാനിച്ച മമ്മൂട്ടി, എബ്രഹാം ഓസ്ലർ. അതിനുശേഷം മെഗാ ഹിറ്റുകൾ പ്രേമലു, മഞ്ഞുമ്മൽ, ഭ്രമയുഗം, പിന്നെ ആവേശം പോലുള്ള പടങ്ങൾ, ആടുജീവിതം. പക്ഷേ ആദ്യത്തെ ഹിറ്റ് സമ്മാനിച്ചത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി കമ്പനീൻ്റെ പടമല്ല, അതിലെ ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പിന്നീട് പ്രമേഹം വന്നു, ശരിയായ ക്ലാസ് സാധനമായിരുന്നു. പക്ഷേ ഇതൊരു മാസ് മസാല ഫോർ എവ്രി വൺ കൈൻഡ് ഓഫ് ഐറ്റം. എല്ലാ ഇൻഡസ്ട്രിക്കും ബോധിക്കുന്ന, എല്ലാ ടേസ്റ്റുകാർക്കും ബോധിക്കുന്ന ഒരു സാധനം. എങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമൽ നീരദിൻ്റെ ക്യാമറയും സുഷിൻ ശ്യാമിൻ്റെ BGM ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ക്രിസ്റ്റോ സേവിയർ പ്രമേഹത്തിൽ ബ്രഹ്മാണ്ഡ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ടൈപ്പ് ഓഫ് മ്യൂസിക് ആയിരുന്നു. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളൊരു സാധനം, ഇതിൽ BGMനെല്ലാം കവച്ച് വെക്കുന്നൊരു സാധനം, ടെർബോ, ഒരു വണ്ടി റേസ് ചെയ്യുന്നൊരു സാധനം. ബും 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 വണ്ടി റേസ് ചെയ്യുന്നില്ലേ, ബൈക്കും കാറൊക്കെ. ആ ഒരു സാധനം വളരെ നന്നായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട്, ആ മീൻ തൂക്കിയിട്ട് രംഗങ്ങളൊക്കെ, മീൻ എനിക്ക് മാത്രമാണോ എന്നറിയില്ല, കുറച്ചൊരു ആർട്ട് ഇത്രയും മികച്ചു നിൽക്കുന്ന ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മലയാളത്തിലുള്ളപ്പോൾ, മഞ്ഞുമൽ ബോയ്സിൽ ഗുഹ ഒരുക്കിയതും, ഇപ്പോൾ ഗുരുവായൂരമ്പലനാടിൽ ഗുരുവായൂരമ്പലം ഒരുക്കിയതും, ബ്രഹ്മയുഗത്തിലും മനോരുക്കിയതും. അപ്പോൾ ആ ഒരു ഫിഷിൻ്റെ, പിന്നെ ഫസ്റ്റ് ഫൈറ്റിൽ ആ ഒരു ഹാമറിൻ്റെ ഒക്കെ കുറച്ചും കൂടി പെർഫെക്ഷൻ ആകാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ലാസ്റ്റ് വിജയ് സേതുപതിൻ്റെ സൗണ്ട് ഉണ്ട്, അത് വിഷ്വലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി പൊളിച്ചേനെ. എന്തായാലും മെഗാ ഹിറ്റ് കൺഫേം.